ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച MT വാസുദേവൻ നായരാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. മലയാളത്തിനെന്നും അത്ഭുതമായ ഒരു കലാകാരനാണ് അദ്ദേഹം. MT എന്ന രണ്ടക്ഷരത്തിലൂടെ MT വാസുദേവൻ നായർ എല്ലാവർക്കും സുപരിചിതനായിരുന്നു. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പത്രപ്രവർത്തകൻ, നാടകകൃത്ത് എന്നിങ്ങനെ തൊട്ടയിടമെല്ലാം പൊന്നാക്കിയെടുത്ത അനുഗ്രഹീത വ്യക്തിത്വം. മലയാളത്തിൽ MT എഴുത്ത് എന്ന ശൈലി തന്നെയുണ്ടായിരുന്നു. ഏതുതരം വായനക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ശൈലി. അതായിരുന്നു MTയെ എഴുത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയർത്തിയതും. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ കവിതയിലൂടെയായിരുന്നു എഴുത്തിൻ്റെ തുടക്കം. 10ാം തരം വിദ്യാർത്ഥിയായിരിക്കെ ഗുരുവായൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കേരളക്ഷേമം ദ്വൈവാരികയിൽ വന്ന പ്രാചീന ഭാരതത്തിലെ വൈരവ്യവസായം എന്ന ലേഖനമായിരുന്നു പുറം ലോകം കാണുന്ന ആദ്യ രചന. ചിത്രകേരളത്തിൽ വന്ന വിഷു ആഘോഷം അങ്ങനെ ആദ്യ കഥയുമായി. പിന്നെ എഴുത്തിൻ്റെ ലോകത്തായി കൂട്ടുകാരുടെ വാസു. വളർത്തുമൃഗങ്ങളിലൂടെ കഥ എഴുത്തിൽ സജീവം. ഒപ്പം പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലിയും. എഴുതിയ നോവലുകളിൽ ആദ്യത്തേത് പാതിരാവും പകൽ വെളിച്ചവുമായിരുന്നെങ്കിലും വായനക്കാർക്ക് മുമ്പിൽ പിറവിയെടുത്തത് 4 കെട്ടായിരുന്നു, അതും 26ാം വയസ്സിൽ. പിന്നെ നാടകങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തിരക്കഥകൾ. കൂട്ടുകാർ സ്വരുക്കൂട്ടി കണ്ടെത്തിയ പണം കൊണ്ട് ആദ്യം പുറത്തിറക്കിയ പുസ്തകത്തിൽ നിന്നും ഒരു എഴുത്തിനായി പ്രസാധകർ വീട്ടിൽ വന്ന് കാത്തിരിക്കുന്ന തരത്തിൽ MT വളർന്നു. അപ്പുണ്ണിയിലൂടെ, ഗോവിന്ദൻകുട്ടിയിലൂടെ ഭീമസേനൻ്റെ അകാരത്തിലേക്കുയർന്ന എഴുത്ത്. ആദ്യം വിമർശിച്ചവർ വിധേയനായി. ഒടുവിൽ എഴുത്തിൽ ഒരു കാലത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി മടങ്ങുകയാണ് മലയാളത്തിൻ്റെ ഈ ഇതിഹാസ കഥാകാരൻ. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.